ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ PYQ അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈക്കോളജിയുടെ ഭാഗത്തു നിന്നുള്ള കാറ്റഗറി 1, 2, 4. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പാർട്ടിലോട്ട് നമുക്ക് കടക്കാം. ഇനിയും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി പോയിന്റ്സ് ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ ആഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ സംഭവം നമുക്കൊരു ടോപ്പിക് എടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ഏറ്റവും മാക്സിമം ലെവലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ PYQയുടെ ബേസിലായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഒരു ക്ലാസ് മുറിയിലെ സഹപാഠികൾ തമ്മിലുള്ള പരസ്പര ബന്ധം പഠിക്കുന്നതിനായിട്ട് അധ്യാപകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? അപ്പൊ അധ്യാപകന്റെ ഒരു ആഗ്രഹപ്രകാരം സ്റ്റുഡൻസ് തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധം കണ്ടെത്താനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതി ഏതാണെന്നാണ്. സോഷ്യോമെട്രി ആണോ, അഭിമുഖമാണോ, നിരീക്ഷണമാണോ, ചെക്ക് ലിസ്റ്റ് ആണോ? അപ്പൊ ഇതിൽ ഏതാണ് പരസ്പര ബന്ധം തമ്മിൽ കുട്ടികൾ തമ്മിലുള്ള ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കുക? അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള സോഷ്യോമെട്രി ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും സോഷ്യോമെട്രി എന്നുള്ളത്. അപ്പോൾ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളിൽ ഒന്നാണ് എൻ്റെ സോഷ്യോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള ആ ഒരു ബന്ധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് അവർ എത്രത്തോളം അടുത്തിട്ടുണ്ട്, അവരുടെ ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള് അതിൻ്റെയൊക്കെ ബേസിലായിട്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്ലാസ് ടൂർ പോവാണ്. ക്ലാസ് ടൂർ പോകുന്ന സമയത്ത് അപ്പോൾ ഓരോരുത്തർ ടീച്ചേഴ്സിന്റെ ഭാഗം, അപ്പോൾ നമുക്ക് ടീച്ചേഴ്സ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരുടെ കൂടെയൊക്കെ ഇരിക്കണം എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ് എനിക്ക് ഇന്ന ആളുടെ കൂടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളുടെ കൂടെ ഇരുന്നാൽ മതി. അപ്പോൾ ഓരോരുത്തർക്ക് എന്തുണ്ടാവും, ഓരോ ഒപ്പീനിയൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ രണ്ട് പേര്, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരാള് എനിക്ക് Bയുടെ കൂടെ ഇരുന്നാൽ മതി. അപ്പോൾ Bക്ക് എന്ത് പറഞ്ഞോ, B പറയാണ് എനിക്ക് Aയുടെ കൂടെ ഇരുന്നാൽ മതി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, പരസ്പരം പറയാണ് എനിക്ക് Aയുടെ കൂടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ Bയുടെ കൂടെ ഇരുന്നാൽ. അമ്മ പറയാണ് എനിക്ക് അനുവിൻ്റെ കൂടെ ഇരുന്നാൽ മതി, അനു പറയാണ് എനിക്ക് അമ്മയുടെ കൂടെ ഇരുന്നാൽ മതി. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് പറയുന്നത് എങ്കിൽ അത്തരമുള്ള ആ ഒരു ടീംസിൽ ഇപ്പൊ നമ്മൾ പരസ്പര ബന്ധം കണ്ടെത്തുന്ന സമയത്ത് അപ്പൊ സമൂഹത്തിലെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്, ഈ സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഈ സോഷ്യോമെട്രിയുടെ അടിസ്ഥാനത്തിൽ ചിത്രീകരിക്കുന്ന ആ ചിത്രീകരണമാണ് സോഷ്യോഗ്രാം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ സോഷ്യോഗ്രാം ചിത്രീകരിക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് എനിക്ക് ആളുടെ കൂടെ ഇരുന്നാൽ മതി, ആൾക്ക് എൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്നാ പറയുന്ന ആ ഒരു സംഭവത്തിന് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ പറയുന്ന പേരാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇനി അടുത്തതൊരു ട്രയാംഗിൾ ഷേപ്പിൽ A എന്ന് പറയുന്നത് പറയാണ് എനിക്ക് Bയുടെ കൂടെ ഇരുന്നാൽ മതി, B പറയാണ് എനിക്ക് Cയുടെ കൂടെ ഇരുന്നാൽ മതി, C പറയാണ് എന്ത് Aയുടെ കൂടെ ഇരുന്നാൽ മതി. ഇപ്പൊ മൂന്ന് പേരും അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ട് ഓവർലാപ്പ് ആയിട്ട് നിൽക്കുന്ന അതിനെ പറയുന്നതാണ് ഇത് ക്ലിക്ക് എന്ന് പറയുന്നത്. അമ്മ പറഞ്ഞു എനിക്ക് അനുവിന്റെ കൂടെ ഇരുന്നാൽ മതി, അനു പറഞ്ഞു ചിന്നോട് കൂടെ ഇരുന്നാൽ മതി എന്ന്, ചിന്നു പറയാണ് എനിക്ക് അമ്മുവിന്റെ കൂടെ ഇരുന്നാൽ മതി എന്ന്. മൂന്ന് പേരും കണക്റ്റഡ് ആയിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു, ആ ചെയിൻ അവസാനിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്, ക്ലിക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഒരു D എന്ന് പറയുന്ന ഒരാളുണ്ട്. D എന്ന് പറഞ്ഞു എനിക്ക് ആരുടെ കൂടെ ഇരിക്കണം എന്നില്ല. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ പറയാണ് എനിക്ക് Dയുടെ കൂടെ, ആരും എന്ത് എനിക്ക് Dയുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ആരും നിർദ്ദേശിക്കാത്തതും ആരാലും നിർദ്ദേശിക്കപ്പെടാത്തതുമായിട്ടുള്ള വ്യക്തിയാണ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ പറയുന്നതാണ് എന്ത്, ഐസോലേറ്റ് അല്ലെങ്കിൽ ഏകാഗി എന്ന് പറയുന്നത്. ഐസോലേറ്റ് അല്ലെങ്കിൽ ഏകാഗി, ആരും നിർദ്ദേശിക്കപ്പെടാത്തതും ആരാലും നിർദ്ദേശിക്കപ്പെടാത്തതുമായിട്ടുള്ള വ്യക്തി. ഇങ്ങനെ ഫിഗർ തന്നിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ദ്വന്ദ്ങ്ങളാണ് വരിക, മൂന്ന് പേര് പരസ്പരം ഇങ്ങനെ കണക്ട് ആയിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് ക്ലിക്കാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ്, ആരും നിർദ്ദേശിച്ചിട്ടില്ല, Dക്ക് ആരുടെ കൂടെ ഇരിക്കണം എന്നില്ല, അതുപോലെ തന്നെ ആർക്കും Dയുടെ കൂടെ ഇരിക്കണം എന്നില്ല. അതായത് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അവർ തമ്മിലുള്ള ആ ഒരു സാമൂഹിക ബന്ധത്തിന്റെ, അല്ലെങ്കിൽ അവര് ഈ ചിലപ്പോൾ അധികം സംസാരിക്കാത്ത ഒരാളാവാം D എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ആൾക്ക് അങ്ങോട്ട് വേറെ ആളുടെ കൂടെ ഇരിക്കണം എന്നില്ല. ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരു വ്യക്തിയാണ് എന്ത്, ഏകാഗി എന്നറിയപ്പെടുന്നത്. ഇപ്പൊ ഒരു മുന്തിരിവള്ളി പോലെ ചങ്ങലവള്ളി പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് നിൽക്കുന്നതാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന ഒരാള് Aക്ക് പറയാണ് Bയുടെ കൂടെ ഇരുന്നാൽ മതി, B പറയാണ് എന്ത്, Cയുടെ കൂടെ ഇരുന്നാൽ മതി, C പറയുന്നു എന്ത്, Eയുടെ കൂടെ ഇരുന്നാൽ മതി, E പറയാണ് Aയുടെ കൂടെ ഇരുന്നാൽ മതി. അങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് പിന്നെ ഇവിടെ F വന്നു, Fന് G വന്നു, അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് അങ്ങനെ ഒരു മുന്തിരിവള്ളി പോലെ അല്ലെങ്കിൽ ചങ്ങലക്കണ്ണി പോലെ നിൽക്കുന്നതിനെ. ഇപ്പൊ നോക്കിയേ, മുന്തിരി എങ്ങനെയാണ്, ഇതിങ്ങനെ
ഇങ്ങനെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് എൻ്റെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്കതിന്ന് ഒരു സ്പ്ലിറ്റ് ചെയ്തെടുക്കാന്ന് പറയുന്നത് കുറച്ചധികം ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അനുവിന് രമ്യയുടെ കൂടെ ഇരുന്നാൽ മതി, രമ്യക്കാന്നുണ്ടെങ്കിൽ ചിന്നുവിൻ്റെ കൂടെ ഇരുന്നാൽ മതി, ചിന്നുവിനാണെങ്കിൽ അഭിനവിൻ്റെ കൂടെ ഇരുന്നാൽ മതി. അങ്ങനെ പലരുടെയും കൂടെ, അതായത് ഒരുപാട് വലിയ വൈഡ് ആയിട്ടുള്ള ഒരു ചങ്ങലക്കണ്ണി പോലെ ഇരിക്കുന്ന അത്തരമുള്ള ഒരു ചിത്രീകരണത്തിനെ പറയുന്നതാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഫേവർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവും അല്ലേ ക്ലാസ്സിൽ. എ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പൊ സിക്കാന്നുണ്ടെങ്കിൽ എയുടെ കൂടെ ഇരുന്നാൽ മതി, ബിക്കാന്നുണ്ടെങ്കിൽ എയുടെ കൂടെ ഇരുന്നാൽ മതി, എഫിനാന്നുണ്ടെങ്കിൽ എയുടെ കൂടെ ഇരുന്നാൽ മതി, ജിക്കാണെങ്കിൽ എയുടെ കൂടെ ഇരുന്നാൽ മതി. അപ്പൊ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ആ ഒരു വ്യക്തിയെ പറയുന്നതാണ് എന്ത്, സ്റ്റാർ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള സോഷ്യോഗ്രാം പറയുമ്പോൾ. അപ്പൊ സമൂഹത്തിലെ സ്വീകാര്യത, ഇപ്പൊ ഒരു ക്ലാസ് മുറി ആയിക്കോട്ടെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻ ആയിക്കോട്ടെ, ഒരു സമൂഹത്തിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു സംഭവം വരുന്നത്. സ്വീകാര്യത കണ്ടെത്തുന്നതിനാണ് ഈ ഒരു സോഷ്യോമെട്രി ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ചിത്രീകരണത്തിനെ പറയുന്നതാണ് എന്ത്, സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ആ ഒരു പരസ്പര ബന്ധം നിൽക്കുന്നത് എങ്കിൽ അത് ദ്വന്ദ്ങ്ങളാണ്. പിന്നെ 3 പേരാണെന്നുണ്ടെങ്കിൽ ക്ലിക്കാണ്, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏകാഗിയാണ്, ഒരു ചങ്ങലക്കണ്ണി പോലെ ഇങ്ങനെ അല്ലെങ്കിൽ മുന്തിരിവള്ളി പോലെ നീണ്ടു നിവർന്ന് കെടുക്കുന്നതാണെങ്കിൽ അതൊരു ഗ്യാങ് ആണ്. അതുമല്ല എല്ലാവർക്കും ഫേവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാർ എന്ന് പറയും. അപ്പൊ ഈ ഒരു സ്വീകാര്യതയുടെ, ആ സമൂഹത്തിലുള്ള സ്വീകാര്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചിത്രീകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കാറുള്ളത്. അപ്പോൾ സോഷ്യോഗ്രാമിനെ പറ്റി പറയുമ്പോൾ ജയൽ മൊറീനോ എന്നുള്ളതും കൂടി ആലോചിക്കുക. അപ്പൊ ജയൽ മൊറീനോ എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം, നമുക്ക് ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളിൽ നിന്ന് ഒരു ചോദ്യം എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വരും ചെയ്യും. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. എല്ലാ കുട്ടികൾക്കും സ്വാഭാവികമായിട്ടുള്ള ഭാഷ മനസ്സിലാക്കുന്നതിനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള ഒരു ഭാഷാർജന ഉപകരണം ലാഡ് കുട്ടികളിലുമുണ്ട്. ഇതിനെ സർവലൗകിക ഭാഷാ വ്യാകരണമെന്ന് വിശദീകരിക്കാവുന്നതാണ്. ഈ ആശയം മുന്നോട്ട് വെച്ചത് ആര്? അപ്പോ ബ്രൂണർ ആണോ, വാട്സൺ ആണോ, ചോംസ്കി ആണോ, എറിക്സൺ ആണോ? പറയാം, നോം ചോംസ്കി ആണ്. ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ ലാഡ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോം ചോംസ്കി ആണ്. അപ്പൊ ഭാഷാ വികാസത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ത്, നോം ചോംസ്കി എന്ന് പറയുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഭാഗത്താണെങ്കിൽ, ഇപ്പൊ കാറ്റഗറി 1, 2 ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും നോം ചോംസ്കിനെ പറ്റിയിട്ടുള്ള ചോദ്യം വരാറുണ്ട്. ലാഡിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്, മലയാളത്തിന്റെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോംസ്കി ആണ്. അപ്പൊ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോം ചോംസ്കി ആണ്. ലാംഗ്വേജ് ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത് ചോംസ്കിയുടെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഭാഷയും അതുപോലെ തന്നെ ചിന്തയും എന്ന് പറയുന്നത്, ഭാഷയും ചിന്തയും നോം ചോംസ്കി ആണ്. ആ ഒരു ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവ്. സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം, യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ നോം ചോംസ്കി മുന്നോട്ട് വെച്ചു. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം മുന്നോട്ട് വെച്ചത് ആരാണ്? സർവഭാഷാ വ്യാകരണം എന്ന് പറയുന്നത് മുന്നോട്ട് വെച്ചത് നമ്മുടെ നോം ചോംസ്കി ആണ്. ആലോചിക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോം ചോംസ്കി. ലാഡ് എന്ന് പറയുന്നത് നമ്മുടെ നോം ചോംസ്കിയുടെ ഒരു ആശയമാണ്. അതുപോലെ ലാംഗ്വേജ് ആൻഡ് മൈൻഡ്, ദെൻ യൂണിവേഴ്സൽ ഗ്രാമർ സിസ്റ്റം, അതുപോലെ തന്നെ ഭാഷയുടെ വികസനത്തിനായിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ഭാഷ സ്വായത്തമാക്കാനുള്ള ഒരു ഉപകരണം. നമ്മൾ ലാഡിനെ പറ്റി പറഞ്ഞു അല്ലെ. അപ്പോൾ ഭാഷ സ്വായത്തമാക്കാനായിട്ട് മനുഷ്യന്റെ മസ്തിഷ്കത്തിലുള്ള ഒരു ഉപകരണമായിട്ടാണ് ലാഡ് കണക്കാക്കുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് വിശദീകരിച്ചത് നമ്മുടെ നോം ചോംസ്കി ആണ്. കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് നോം ചോംസ്കിയാണ്. ഏത് സംസ്കാരം ആയിക്കോട്ടെ, ഇപ്പൊ ഇന്ത്യൻ കൾച്ചറോ പുറത്ത് യൂറോപ്യൻ കൾച്ചറോ
എന്തായിക്കോട്ടെ ആ ഒരു ഭാഷയിലുള്ള വികാസം ഒരേപോലെയാണ് നടക്കുക. ഇപ്പൊ ജനിച്ച കുട്ടി എന്തായാലും ഒരു സിലബസ് ഫുള്ളും കംപ്ലീറ്റ്ലി കാണാതെ പറയില്ല. അതിന് ഒരു ഏജും കാലഘട്ടവും ഉണ്ട്. ആ ഒരു സമയമാകുമ്പോഴാണ് വായിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കുള്ള കഴിവ് കിട്ടുള്ളൂ. അപ്പൊ ഭാഷാപരമായിട്ടുള്ള വികാസവും എല്ലാവർക്കും ഒരേപോലെയാണ്. സംസ്കാരങ്ങൾ മാറുന്നതിനനുസരിച്ച് ഭാഷാപരമായിട്ടുള്ള വികാസത്തിൽ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല. ആ ഒരു 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് വേറൊരു കൾച്ചറിലുള്ള 5 വയസ്സായിട്ടുള്ള കുട്ടിയും ചെയ്യാനായിട്ട് പ്രാപ്തയായിട്ട് ഉണ്ടാകുന്നത്. ഭാഷാ വികാസങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ രചനാന്തരണ പ്രജനന വ്യാകരണം ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് പറയുന്നതും നോം ചോംസ്കിയുടെയാണ്. രചനാന്തരണ പ്രചരണ വ്യാകരണം എന്ന് പറയുന്നതും നോം ചോംസ്കിയുടെ ആശയാണ്. അതിന്റെ വക്താവ് ആരാണ്? നമ്മുടെ നോം ചോംസ്കി തന്നെയാണ്. ഭാഷാർജനം വളർത്താനുള്ള പ്രവർത്തനങ്ങൾ സംഭാഷണം, കഥാവതരണം, കവിതാലാപനം, അതുപോലെ തന്നെ അനുഭവങ്ങള്, യാത്രാ വിവരണങ്ങൾ, എഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഭാഷ ആർജിക്കുന്നത് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് കുറച്ചും കൂടി സ്പീഡിലൊക്കെ നടക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ഭാഷയും ചിന്തയും പരസ്പര പൂരകങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ടതും നമ്മുടെ നോം ചോംസ്കിയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് അടക്കാം. അപ്പൊ നമ്മള് ഭാഷാ വികാസവുമായി ബന്ധപ്പെട്ടിട്ട് നോം ചോംസ്കിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പറഞ്ഞു. ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ട്രാൻസ്ഫോർമേഷൻ ഗ്രാമർ സിസ്റ്റം, യൂണിവേഴ്സൽ, പിന്നെ സർവഭാഷാ വ്യാകരണം, അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബുക്ക് ലാംഗ്വേജ് ആൻഡ് മൈൻഡ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോം ചോംസ്കിയായിട്ട് ബന്ധപ്പെടുമ്പോൾ ആധുനിക ഭാഷാ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും നമ്മുടെ നോം ചോംസ്കിയാണ്. അപ്പൊ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവാ. ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തായാലും എന്ത് ചെയ്യാം, നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. മറയുമായി ബന്ധപ്പെട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ച സിദ്ധാന്തം: നിരുപയോഗം, ദമന സിദ്ധാന്തം, പ്രതിപ്രവർത്തനം, സഹരത്വ സിദ്ധാന്തം. അപ്പൊ ആൻസർ വരുന്നത് ദമന സിദ്ധാന്തമായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ദമനം എന്ന് പറഞ്ഞാൽ ഫ്രോയിഡിനെ ആലോചിക്കുക, അബോധ മനസ്സിലോട്ട് തള്ളിവിടുന്ന കാര്യം. ബോധ മനസ്സൊക്കെ പറഞ്ഞത് നമ്മുടെ ഫ്രോയിഡിന്റെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അബോധ മനസ്സിലോട്ട് തള്ളിവിടുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് ദമനം ചെയ്യാന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു മറയുമായി ബന്ധപ്പെട്ട് ദമന സിദ്ധാന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ദമന സിദ്ധാന്തം അബോധ മനസ്സിലോട്ട് തള്ളിവിട്ട് ആ ഒരു മറവി ഉണ്ടാകുന്ന ആ ഒരു സംഭവമാണ് ദമന സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ ദമന സിദ്ധാന്തം നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അപ്പൊ ദമന സിദ്ധാന്തം എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആവിഷ്കരിച്ചു. അസംതൃപ്തമായത് മറക്കാനുള്ളത് അബോധാത്മകമായിട്ടുള്ള ഒരു മാനസിക പ്രക്രിയയാണ് ദമന. അതായത് അബോധ മനസ്സിലോട്ട് തള്ളിവിടുന്ന ആ ഒരു പ്രക്രിയ. അസംതൃപ്തമാണ് പഠന സാഹചര്യമെങ്കിൽ മറവിക്കുള്ള സാധ്യത കൂടും. അതിനാൽ പഠനം രസകരവും വൈകാരികവുമായ ഊഷ്മളവുമായി ഇരിക്കണം. അതായത് ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ അസംതൃപ്തമായിട്ടുള്ളത്, ഇപ്പൊ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് വളരെ മടുപ്പുള്ള ഒരു സബ്ജക്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയെങ്കിലും പഠിക്കണമല്ലോ വിചാരിച്ചിട്ട് പഠിക്കുമ്പോൾ അതെന്താണ്, അതൊരു മടുപ്പിലോട്ട് എത്തും. ആ മടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമുക്ക് പറ്റത്തില്ല, അത് പെട്ടെന്ന് തന്നെ മറന്നു പോകാനായിട്ട് ഇടയാകും. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംതൃപ്തകരമായിട്ടുള്ള ഒരു ഇതാണ് വേണ്ടതെങ്കിൽ, സംതൃപ്തമായിട്ടുള്ള ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും റിലാക്സ് ആവണം, നമ്മുടെ മൈൻഡും റിലാക്സ് ആവണം. അതുകൊണ്ട് തന്നെ പഠന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് രസകരവും അതുപോലെ ഊഷ്മളവും ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. എഫക്റ്റീവ് ലേണിംഗ് ഓൾവേസ് എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഫ്രോയിഡിന്റെ തന്നെ ഒരു സെന്റൻസ് ആണ്. എഫക്റ്റീവ് ലേണിംഗ് ഈസ് ഓൾവേസ് എഫക്റ്റീവ്. ഇതാര് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള ചോദ്യവും വന്നിട്ടുണ്ട്. നാക്കുപിഴയ്ക്ക് കാരണം എന്ന് പറയുന്നത് ദമനമാണ്. അപ്പൊ നാക്കുപിഴയ്ക്ക് കാരണം ദമനമാണ്. ആലോചിക്കുക, നാക്കുപിഴയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നതും ദമനമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. പ്രതികരണം തുടർന്ന് സുഖകരമായ അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ പ്രതികരണം ആവർത്തിക്കപ്പെടാനുള്ള പ്രവണത ഉണ്ടാകും. അപ്പോൾ പ്രതികരണത്തെ തുടർന്ന് നമ്മൾ ചെയ്യുന്ന ആ ഒരു റെസ്പോൺസിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും, അത് റിപ്പീറ്റ് ചെയ്യും. നേരെ മറിച്ച് പ്രതികരണത്തെ തുടർന്ന് അസുഖകരമായിട്ടുള്ള അവസ്ഥയാണ് സംജാതമാകുന്നതെങ്കിൽ ആ ഒരു പ്രതികരണം ആവർത്തിക്കാനുള്ള സാധ്യത വിരളമാണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്ത സമയത്ത് അതിന് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വീണ്ടും വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഒന്നും ഉണ്ടാവില്ല, നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അതായത് അതിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രവർത്തനം എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് ഇരിക്കുന്നത്. E.L. തോണ്ടൈക്കിന്റെ
ഏത് പഠന സിദ്ധാന്തമാണ് ഈ ഒരു പ്രതിഭാസം വിശദീകരിക്കുന്നത്? ഓപ്ഷൻ എ സന്നദ്ധതാ നിയമം, പരിശീലന നിയമം, ഫല നിയമം, സാമ്യ പ്രതികരണ നിയമം. അപ്പോ ഇതിൽ ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളോട് പറഞ്ഞത്? ആ ഒരു പ്രതികരണത്തിന്റെ ആ ഒരു ഫലത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ആവർത്തനം ഇരിക്കുന്നത്. അപ്പോ അത് ഏത് നിയമമാണ്? അതിന്റെ ഫലം, അതിന്റെ റിസൾട്ട് ആകുമ്പോൾ നമ്മുടെ ലോ ഓഫ് എഫക്റ്റ് അല്ലെങ്കിൽ ഫല നിയമത്തിന്റെ ബേസ് ആയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോ പ്രതികരണത്തിനെ തുടർന്നുണ്ടാകുന്ന സുഖകരമായിട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? അത് ആവർത്തിക്കും. സുഖകരമല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതെന്താവും? ആവർത്തനം എന്ന് പറയുന്നത് ആവർത്തിക്കില്ല, അത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഫല നിയമം, അതിന്റെ ഫലത്തെ ബേസ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആ ഒരു റെസ്പോൺസ് അവിടെ വീണ്ടും ചെയ്യണം വേണ്ട എന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പൊ ബന്ധ സിദ്ധാന്തം അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. ബദ്ധ സിദ്ധാന്തം നമ്മുടെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് തോണ്ടൈക്കിന്റെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? നമ്മളെ തോണ്ടൈക്ക് എന്ന് പറയുന്നത്. തോണ്ടൈക്കിന്റെ പ്രശ്നപേടകത്തിലെ പൂച്ച നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പല പല പേരുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി, ബന്ധ സിദ്ധാന്തം, അങ്ങനെ പല പല പേരുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയാൻ മാത്രമല്ല പഠിക്കുകയും വേണം. അപ്പൊ ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി, ബന്ധ സിദ്ധാന്തം എന്ന ബോണ്ട് തിയറി എന്നാണ് ആ ഒരു സിദ്ധാന്തത്തിന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സംബന്ധിത സിദ്ധാന്തം, തിയറി ഓഫ് കണക്ഷനിസം, ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ഇതൊക്കെ എന്താണ്? തോണ്ടൈക്കിന്റെ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്ന മറ്റു പല പല പേരുകളാണ്. അപ്പൊ പഠനം എന്ന് പറയുന്നത്, പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള എങ്ങനെയാണ് മനുഷ്യനിൽ പഠനം നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജ്ഞാന നിർമ്മാണം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ജ്ഞാനാർജനം എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ട് പഠനവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തോണ്ടൈക്കിന്റെ ആ ഒരു സിദ്ധാന്തത്തിന്റെ പല പേരുകളാണ് എന്ത്? ട്രയൽ ആൻഡ് എറർ തിയറി, അതുപോലെ ബന്ധ സിദ്ധാന്തം, സംബന്ധിത സിദ്ധാന്തം, തിയറി ഓഫ് ബോണ്ട് തിയറി, അതുപോലെ തന്നെ തിയറി ഓഫ് കണക്ഷനിസം എന്നുള്ളതൊക്കെ. അതൊക്കെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. 1898 ഈ സിദ്ധാന്തം എന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗ പഠനമാണ് ബന്ധ സിദ്ധാന്തം. അപ്പൊ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ആ ഒരു കണക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. അപ്പൊ പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് അത് തിരുത്തി പഠനത്തിലെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോ തെറ്റുകളൊക്കെ വരും. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പഠിച്ചാലും എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് തെറ്റും കാര്യങ്ങളൊക്കെ വരും. ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് ആ പഠനത്തിൽ എന്ത് ചെയ്യുന്ന ഒരു പുതിയൊരു ബന്ധം സ്ഥാപിക്കുന്ന ആ ഒരു വേ ഓഫ് മോഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? ശ്രമപരാജയ സിദ്ധാന്തത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് പൂച്ചയിലാണ് തോണ്ടൈക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? പരീക്ഷണം നടത്തിയിട്ടുള്ളത്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്നാണ് ആ ഒരു പൂച്ചയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് ഈ ഒരു സിദ്ധാന്തം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണത്തിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവും പൂച്ചയിൽ ഉളവാക്കുന്ന പ്രതികരണങ്ങളിലൂടെയാണ്. അതായത് ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു കൂടിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു പൂച്ച ഇതിനുള്ളിലുണ്ട്. പൂച്ചയ്ക്കുള്ള ഫുഡ് ഇവിടെ ഒരു പാത്രത്തിൽ ഇരിക്കുന്നുണ്ട്. പൂച്ചയ്ക്കുള്ള ഫുഡ് ഇവിടെ അല്ല, പൂച്ചയ്ക്കുള്ള ഫുഡ് എന്ന് പറയുന്നത് പുറത്തൊരു പാത്രത്തിൽ ഫുഡ് ഇരിക്കുന്നുണ്ട്. പൂച്ചയാണെങ്കിൽ വിശന്ന് വലഞ്ഞ് ആകെ അടങ്ങാറായിട്ട് നിൽക്കാണ്ട്. ഇവിടെ ഒരു ലിവറുണ്ട്. ഈ ലിവറിൽ ചവിട്ടി കഴിഞ്ഞാൽ എന്താവും? ഈ കൂട് തുറക്കാം, പുറത്തേക്ക് ഇറങ്ങാം, ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ പൂച്ച എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തുള്ള ഫുഡ് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. വിശന്നിട്ടാണെങ്കിൽ ആകെ അടങ്ങാറായി ഈ കൂടിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഒരു സമയം കഴിഞ്ഞപ്പോൾ എന്തായി? അറിയാതെ ഈ പൂച്ച ലിവറുമ്പോ ചവിട്ടിയ സമയത്ത് എന്താ? സ്വാഭാവികമായിട്ട് കൂട് തുറക്കും. ആ പൂച്ച പുറത്തോട്ട് ഇറങ്ങി ഭക്ഷണം കഴിച്ചു. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് എന്ത്? ആ ഭക്ഷണം നേടിയെടുക്കാനുള്ള ആഗ്രഹവും അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ പഠനം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പൂച്ച ഒരു 30 മിനിറ്റ് കൊണ്ടാണ് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ ഫുഡ് കഴിച്ചെന്നുണ്ടെങ്കിൽ രണ്ടാമതുണ്ടാവും. അപ്പൊ പൂച്ചയ്ക്ക് മനസ്സിലായത് ഈ പൂച്ച എവിടെയോ ഒരു സ്ഥലത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ കൂട് തുറക്കും എന്നുള്ളത് എന്തായി? പൂച്ചയ്ക്ക് മനസ്സിലായി. അങ്ങനെയെന്നുണ്ടെങ്കിൽ കൂട് തുറന്ന് പുറത്തോട്ട് വരാം, ഭക്ഷണം കഴിക്കാം. ആദ്യം 30 മിനിറ്റ് ആണെങ്കിൽ പിന്നെ അത് 28 മിനിറ്റ് ആവും, 5 മിനിറ്റ്, 4 മിനിറ്റ്, 3 മിനിറ്റ്, 2 മിനിറ്റ്, 30 സെക്കൻഡ് അങ്ങനെ ടൈം എന്താവും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം എടുക്കുന്ന സമയം, അതായത് പൂച്ച ആദ്യം 30 മിനിറ്റ് കൊണ്ടാണ് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ലിവർ ചവിട്ടി പുറത്തിറങ്ങിയെന്നുണ്ടെങ്കിൽ പിന്നീട് ആ കൂട്ടിലിടുമ്പോൾ അത് 28 മിനിറ്റ് ആവും, പിന്നെ 20 മിനിറ്റ് ആവും, 25 മിനിറ്റ് ആവും. അങ്ങനെ ആ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ആ ടൈമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കുറയും. ആ പുറത്തുള്ള ആ ഭക്ഷണം അത് കഴിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു കൂടിൻ്റെ ഉള്ളിൽ ഈ വിശന്ന് വലഞ്ഞ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ അറിയാതെ ആ
ലിവറിൽ ചവിട്ടുന്നു, വീണ്ടും വീണ്ടും ചവിട്ടി ഏറ്റവും അവസാനം ഈ കൂടിലിടുന്ന സമയത്ത് പൂച്ചയ്ക്ക് കൂടിലിടുന്ന സമയത്ത് ഓൺ ദ സ്പോട്ടിൽ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഈ പൂച്ച പഠിക്കുകയാണ്. കാരണം ആദ്യം 30 മിനിറ്റ് ആണ്, പിന്നെ 15 മിനിറ്റ്, പിന്നെ ആ ലിവറിന്റെ സ്ഥാനം കണ്ടുപിടിച്ച് ആ ഫൈനലായിട്ട് ആ സ്ഥാനം കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിക്കുന്ന സമയത്ത് അറ്റ് എ ടൈം കൂട്ടിലെപ്പെട്ടു, അപ്പൊ തന്നെ പുറത്തിറങ്ങാനായിട്ട് പൂച്ച പഠിക്കുന്നു. ആ പൂച്ച പഠിക്കുമ്പോൾ നല്ല പൂച്ചയുടെ റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കുക ചെയ്തത്. നമ്മൾ അവിടെ ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് റെസ്പോൺസ് ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് പൂച്ചയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ഇവിടെ സ്റ്റിമുലസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പൂച്ച പുറത്തോട്ട് ഇറങ്ങുക എന്നുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കഴിക്കാൻ പുറത്തോട്ട് ഇറങ്ങുക. അപ്പൊ സ്റ്റിമുലസ് കൊടുത്തിട്ട് റെസ്പോണ്ട് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ പൂച്ചയുടെ അതിയായിട്ടുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹങ്ങളാണ് ഈ ഒരു പ്രതികരണം ഉണ്ടാകാനായിട്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ തോണ്ടേക്ക് പറയുന്നത് ആ പൂച്ച കൂട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പഠിച്ചത്. ഇപ്പോൾ ഇത്തരം എക്സ്പെരിമെന്റിന്റെ ഒക്കെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ മനുഷ്യനിൽ പഠനം നടക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയാകും എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് വെച്ച് കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളത് എന്താണ്, മൃഗങ്ങളിലാണ് ഈ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പെരിമെന്റ്സും ആ കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മനുഷ്യന്മാരെയാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുക. അപ്പോ ഇത്രയ്ക്കുള്ളൂ ഈ ഒരു തോണ്ടൈക്കിന്റെ ഈ ഒരു പ്രശ്നഭേദത്തിലെ പൂച്ച അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതെന്ന് പറയുന്നത്. അപ്പോൾ കായിക നൈപുണ്യം ആർജിക്കുന്നത് വിശദീകരിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് ഏതാണ്, ഈ ശ്രമപരാജയ സിദ്ധാന്തമാണ്. അപ്പോൾ കായികം എന്ന് പറയുമ്പോൾ നമ്മൾ കായികപരമായിട്ടുള്ള ആ ഒരു സംഭവം മുന്നോട്ട് ഉടലെടുക്കാനൊക്കെ നമുക്ക് ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണിത്. അതുപോലെ തോണ്ടൈക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങൾ അല്ലെങ്കിൽ പഠന നിയമത്രയം എന്നറിയപ്പെടുന്നത് 3 നിയമങ്ങളാണ്: സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നഭേദത്തിലെ പൂച്ച എന്ന് പറയുന്ന ആ ഒരു എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് സന്നദ്ധതാ നിയമം, അതുപോലെ തന്നെ ആവർത്തന നിയമം, അതുപോലെ ഫല നിയമം, അങ്ങനെ 3 നിയമങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. ഏതൊരു പ്രവർത്തനത്തിനും എന്താണ്, സന്നദ്ധത ആവശ്യമാണ്. സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് സംതൃപ്തികരമായിരിക്കും, അല്ലാത്ത പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് അസംതൃപ്തികരമായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളില് ബന്ധസിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്, സംബന്ധിത സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്, ട്രയൽ ആൻഡ് എറർ തിയറി അല്ലെങ്കിൽ പ്രശ്നഭേദത്തിലെ പൂച്ച, ഇത് ഓരോന്നും എടുത്തെടുത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ഈ തോണ്ടൈക്കിന്റെ പ്രാഥമിക പഠന നിയമത്രയം അല്ലെങ്കിൽ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതൊക്കെ, അതിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഈ സന്നദ്ധത ഈ പൂച്ചയുടെ പ്രശ്നഭേദത്തിലെ പൂച്ചയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പൊ എന്താണ്, പൂച്ച സന്നദ്ധനായിരുന്നു, എനിക്ക് ഭക്ഷണം കഴിക്കണം, എനിക്ക് പുറത്തോട്ട് ഇറങ്ങണം, എങ്ങനെയെങ്കിലും പുറത്തോട്ട് ഇറങ്ങണം, വീണ്ടും കൂട്ടിലോട്ട് ഇടുമ്പോൾ എനിക്ക് പുറത്തോട്ട് എടുക്കണം, അതിയായിട്ടുള്ള ഒരാഗ്രഹവും അതുപോലെ തന്നെ പൂച്ച അത് ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കൂട്ടിലിടുന്ന അറ്റ് എ മൊമെന്റ് ആ പൂച്ചയ്ക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് പ്രവർത്തനമാണെങ്കിലും ഇപ്പൊ പൂച്ച മൈൻഡിൽ വിചാരിക്കുകയാണ്, എനിക്ക് ഭക്ഷണം വേണ്ട, എനിക്ക് വയ്യ, ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടാനും ഇത് എനിക്ക് ചെയ്യാനായിട്ട് വയ്യ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പൂച്ചയ്ക്ക് ആ കൂടിന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്, നമുക്ക് എന്തൊരു പ്രവൃത്തിയാണെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിന് സന്നദ്ധത എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്, സന്നദ്ധത എന്നുള്ളത്. അപ്പൊ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, നമ്മളാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള സമയത്ത് പഠിച്ചാലാണ് പഠനം നടക്കുള്ളൂ. ഇപ്പൊ വീട്ടുകാർ ഫുള്ള് ചീത്ത പറയാണ്, നീ എന്തൊന്നും പഠിക്കാത്ത, നീ കുറെ നേരം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോ യൂട്യൂബിൽ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് അവിടെ ഇരുന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തൊരു കേട്ടറ്റ് എക്സാം നേടിയെടുക്കണം എന്നുള്ള ഒരൊറ്റൊരു ലക്ഷ്യത്തിലാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സന്നദ്ധനാണ്, എനിക്ക് ആ എക്സാം നേടിയെടുത്തേ പറ്റൂ, അതിന് ഞാൻ എൻ്റെ എത്ര ടൈമും ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾ സന്നദ്ധനാണ്. ഇപ്പൊ വീട്ടുകാർ പറയാണ്, ഇപ്പൊ കുറെ കാലം കേട്ടിട്ടൊക്കെ എഴുതുന്നു, ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, എവിടെയെങ്കിലൊക്കെ കയറണ്ടേ ചോദിച്ചു ഭയങ്കരമായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സിൽ കയറി കാണുന്നു. ആ കാണുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനേ പറ്റൂല, വീട്ടുകാരുടെ നിർബന്ധം മൂലമാണ് എന്ത് ചെയ്ത് കയറിയിട്ടുള്ളത്. അപ്പൊ സന്നദ്ധതയുള്ള സമയത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്.
ഇപ്പൊ ആവർത്തന നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു പ്രവർത്തനം ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ദൃഢമാവും. പൂച്ചയെ സംബന്ധിച്ച് കൂട്ടിലിടുന്നു ഇറങ്ങുന്നു. അപ്പൊ ആദ്യം 30 മിനിറ്റ് എന്നുള്ളത് അറ്റേ ടൈം ഇറങ്ങാനായിട്ട് പൂച്ച പ്രാപ്തയെ അത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ചെയ്തത് കൊണ്ടാണ് ആ ഒരു കാര്യം പൂച്ച പഠിച്ചത്. ഇങ്ങനെ ആ ഒരു കൂടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാം എന്നുള്ള കാര്യം പഠിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ കാര്യമാണെങ്കിലും പഠനം ദൃഢമാവണം അല്ലെങ്കിൽ സ്ഥിരമാകണം എന്നുണ്ടെങ്കിൽ ആവർത്തന പഠനം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നമ്മൾ ഒരു വട്ടം പഠിച്ചു, ആ ബുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു, പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അത് ലാസ്റ്റ് നിയമം എന്ന് പറയുന്നത് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്ന് പറയുന്നത്. പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടിൽ നിന്ന് ഇറങ്ങി റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു, ഓരോ കാര്യങ്ങൾ പഠിച്ചു, ലിവർമ ചവിട്ടി ഇറങ്ങി പുറത്തിറങ്ങി പൂച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടി. അതൊരു പോസിറ്റീവായിട്ടുള്ള പൂച്ചയുടെ ആ ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ മാറുന്നതിന് ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എഗെയിൻ എന്ത് ചെയ്തു, ഈ ഫുഡും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് കിട്ടുമ്പോൾ അത് പോസിറ്റീവായിട്ട് അപ്പൊ വീണ്ടും ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു സംഭവത്തിലാണ് എന്ത് ചെയ്തത്, പൂച്ച ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പൂച്ച ഈ ലിവർ ചവിട്ടി അറിയാതെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറ്റിയില്ല, ഭക്ഷണം ഏതെങ്കിലും ഇത് വെച്ച് മൂടി വെച്ചേക്കാണ്, കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൂച്ച വീണ്ടും ട്രൈ ചെയ്യോ? ഇല്ല. ഞാനിപ്പോ ഇത്ര കഷ്ടപ്പെട്ട് ഇതിനുള്ളിൽ ഓടി വെയ്യാണ്ടായി പുറത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് ഫുഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പൂച്ച അതിനു വേണ്ടി നിൽക്കത്തില്ല. അപ്പോൾ പൂച്ച ആ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ ഏതൊരു പ്രവർത്തനത്തിന്റെ ഫലം അല്ലെങ്കിൽ പരിണാമം അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഫലം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ 3 നിയമങ്ങളെ തോണ്ടേക്കിന്റെ പഠന നിയമത്രയം അല്ലെങ്കിൽ എന്ന് വിളിക്കാറുണ്ട്. പഠന നിയമത്രയം എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. വികാരങ്ങൾ തീവ്രമാണ്, അതുപോലെ തന്നെ വികാര പ്രകടനം എന്ന് പറയുന്നത് കൂടെ ഉണ്ടാകുന്നു, വികാരം അല്പായുസുള്ളവയാണ്, വികാരം എന്ന് പറയുന്നത് സ്ഥിരമാണ്. ഇതിൽ റോങ് ആയിട്ടുള്ള അതിൽ വികാരങ്ങളുടെ പ്രത്യേകതയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള വികാരങ്ങൾ സ്ഥിരമാണ് എന്നുള്ളതാണ് ഈ ഇതിൽ പെടാത്തത്. ബാക്കി എല്ലാം ശിശു വികാരങ്ങളുടെ പ്രത്യേകതയാണ്. വികാരങ്ങൾ എന്ന് പറയുന്നത് തീവ്രമാണ്. എന്തെങ്കിലും ഒരു ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ, കരച്ചിൽ വന്നു കഴിഞ്ഞാൽ, സങ്കടം വന്നു കഴിഞ്ഞാൽ കൈയും കാലും എടുത്ത് താഴെ അടിക്കുക, എന്നിട്ട് കൈയും കാലും നിലത്തടിച്ച് കരയാന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസിന്റെ പീക്ക് ലെവൽ കാണിക്കുന്ന ഒന്നാണ്. വികാര പ്രകടനം എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാകുന്നു. കരച്ചിലാണെങ്കിൽ കരച്ചിൽ, സന്തോഷമാണെങ്കിൽ സന്തോഷം. ഇപ്പോൾ അതുപോലെ തന്നെ കരച്ചിൽ നിന്ന് സന്തോഷത്തിലോട്ട് മാറാനോ സന്തോഷത്തിൽ നിന്ന് കരച്ചിലോട്ട് മാറാനോ ഒന്നും വേണ്ട. ചിലപ്പോൾ ഒരു മിഠായി കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അത്രയും പീക്ക് ലെവലില് അത്രയും സങ്കടത്തിൽ നിൽക്കുന്ന ഒരാളുടെ ആ ഒരു ഇമോഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ ഒരു മിഠായി കൊടുത്താൽ മതിയാവും. വികാരങ്ങൾ എന്ന് പറയുന്നത് അല്പായുസുള്ളവയാണ്, പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടേയിരിക്കും. അല്പായുസ് എന്ന് പറഞ്ഞാൽ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മിഠായി കൊടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അറ്റ തലയിൽ കഴിഞ്ഞാൽ കരയും. അപ്പൊ അതിന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ ശിശുവികാരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ശിശുവികാരങ്ങൾ എന്ന് പറയുന്നത് ഹ്രസ്വായുസുള്ളവയാണ്, വളരെ ക്ഷണികമാണ്, ചെറിയ ആയുസ് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ കുറച്ച് കഴിഞ്ഞാൽ റിലാക്സ് ആയി കഴിഞ്ഞാൽ ആ കരച്ചിൽ നിർത്തും, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തും സ്വാഭാവികമായിട്ടും. രണ്ടാമത്തെ പ്രത്യേകതയാണ് വികാരങ്ങൾ എന്ന് പറയുന്നത് തീവ്രമാണ്. അവരെന്ത് ഇമോഷൻസ് കാണിച്ചാലും വളരെ തീവ്രമായിട്ട്. ദാറ്റ് മീൻസ് ഇപ്പൊ കരയുന്ന സമയത്ത് കൈകാലിട്ട് അടിക്കുന്നു, ചിരിക്കുന്ന സമയത്താണെങ്കിൽ ഓവർ സ്ട്രെയിൻ ചെയ്ത് ഓവർ പ്രഷർ എടുത്ത് എന്ത് ചെയ്യുന്നു, ചിരിക്കുന്നു. ശിശുവികാരങ്ങൾ എന്ന് പറയുന്നത് മാറി വരും. ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം, മാറി വരുന്നു. ചഞ്ചലത അല്ലെങ്കിൽ സ്ഥാനാന്തരണം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, കരച്ചിൽ മാറി ചിരിയാവാനോ ചിരി മാറി ഇതാക്കാനൊന്നും അധികം സമയം വേണ്ട, അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ശിശുക്കളാണെന്നുണ്ട് ശിശുവികാരങ്ങൾ നിരീക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ വൈകാരിക ദൃശ്യത, നഖം കടിക്കുക, ഭയങ്കരമായിട്ട് സങ്കടതൊക്കെ വന്നു കഴിഞ്ഞാൽ നഖം കടിക്കുക, ഇങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ വൈകാരിക ദൃശ്യത ആ ഒരു ശിശുവികാരങ്ങളുടെ പ്രത്യേകതയാണ്. ശിശുവികാരങ്ങൾ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുന്ന സംക്ഷിപ്തത, പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുന്നുണ്ട്. ശിശുവികാരങ്ങളുടെ പ്രകടനം എന്ന് പറയുന്നത് കൂടെ ഉണ്ടാകുന്നു. ശിശുവികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു. അതുപോലെ ശിശുവികാരങ്ങളെ 2 വൈകാരിക അവസ്ഥകളുടെ ഇടവേള വളരെ കുറവായിരിക്കും. അപ്പോ 2 വൈകാരിക അവസ്ഥ, ഇപ്പൊ ചിരി കരച്ചില്, അതിന്റെ ഇടയിലുള്ള ഇടവേള വളരെ കുറവായിരിക്കും. ചിലപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാള് പറഞ്ഞപ്പോ ഒരു കളിപ്പാട്ടം കൊടുത്താൽ ചിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോ ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കടക്കാം. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, അത്ര ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധമാണ്, വേണ്ടതാണ്. നമുക്ക് കേട്ടിട്ടില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ട് പഠിക്കുക. അപ്പോ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. വികാസവുമായി ബന്ധപ്പെട്ട്
ചുവടെയുള്ള പ്രസ്താവനയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പിന്നെ നമുക്ക് തെറ്റുന്ന ഒരു ഭാഗമാണ് എന്ത്? ശരിയല്ലാത്തത്, ശരിയായത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമോ ഇതിപ്പോ ഇതിങ്ങനെയാണോ, അത് അങ്ങനെയാണോ, അത് തെറ്റാണോ, ശരിയാണോ എന്നുള്ളത് നോർമലി നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? വികാസം എന്ന് പറയുന്നത്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം ഓരോന്നും പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട്. വികാസം പ്രവചനീയമാണ്, നമുക്ക് പ്രവചിക്കാനായിട്ട് കഴിയും. വികാസം എന്ന് പറയുന്നത് രേഖീയമാണ് അല്ലെങ്കിൽ ലീനിയർ ആണ്. ഇതില് വികാസ തത്വങ്ങളിൽ അല്ലെങ്കിൽ വികാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള വികാസം എന്ന് പറയുന്നത് രേഖീയമാണ്, അതാണ് ഇതിൽ പെടാത്തത്. ഇതൊക്കെ വികാസ തത്വങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വികാസ തത്വങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ ഇത് മാത്രമാണ് എന്ത്? വികാസ തത്വങ്ങളിൽ പെടാത്തത്. അപ്പൊ നമുക്ക് ഓരോ വികാസ തത്വങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. റിപ്പീറ്റഡ് ആയിട്ട് വികാസ തത്വങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. വികാസ തത്വങ്ങളിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത്, വികാസ തത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് ഇത് ഏത് തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുള്ള ഒരു ഏരിയ ആണ്. അത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത്, അപ്പോ വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്, കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? വികാസം എന്ന് പറയുന്നത് അനുസ്യൂതമാണ്. അപ്പോ ഗർഭധാരണം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്ത്? വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗർഭധാരണത്തിലാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? വികാസം. ഇപ്പോൾ ഗർഭാവസ്ഥയിലുള്ള സമയത്ത് തലച്ചോറിന് വികാസം സംഭവിക്കുന്നുണ്ട്. മരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വികാസം സംഭവിക്കുന്നുണ്ട്. മരിക്കാറൊക്കെ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നോർമലി ആത്മീയമായിട്ടുള്ള വികാസം ആണ് സംഭവിക്കുന്നത്. അത് ദൈവഭക്തി കൂടും, എല്ലാ കാര്യങ്ങളിലും ഭയങ്കരമായ ഭക്തിയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആത്മീയമായിട്ടുള്ള വികാസം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഗർഭധാരണം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്ത്? വികാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വികാസ തത്വമാണ് എന്ത്? വികാസം എന്ന് പറയുന്നത് ക്രമീകൃതമാണ്. ഇതിൽ 2 ഓർഡറുകൾ പറയുന്നുണ്ട്, 2 ക്രമങ്ങൾ പറയുന്നുണ്ട്. ക്രമങ്ങൾ ചോദിക്കാറുണ്ട്, കൃത്യമായി തന്നെ ചോദിക്കാറുണ്ട്. അപ്പോ ക്രമീകൃതമാണ്. ഡെവലപ്മെന്റ് ഇസ് ഓർഡർലി. ഓർഡർ ഉണ്ട്, ക്രമമാണ്, ക്രമീകൃതമാണ്. അപ്പോൾ ഓർഡർലി എന്ന് പറഞ്ഞാൽ ക്രമീകൃതമാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് വികാസത്തിന്റെ ക്രമത്തിൽ എന്തുണ്ട്? ആ ഒരു രണ്ട് രീതിയിലാണ് ക്രമീകരണം വരുന്നത്. അപ്പൊ അതിനൊരു പിന്തുടർച്ച, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓർഡർ അതിന് വരുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ആദ്യം തന്നെ ജനിക്കുന്ന കുട്ടി കൗമാര പ്രായത്തിലാണോ ജനിക്കുക? ആദ്യം വരുന്നത് ശൈശവമാണ്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലോട്ട്, ബാല്യത്തിൽ നിന്ന് കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലാണ് എന്ത് പോകുന്നത്? ഈ ഒരു ഡെവലപ്മെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ വികസന ക്രമങ്ങൾ 2 നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ശാരീരിക വികാസത്തിൽ ശിരപാദാഭിമുഖക്രമം പാലിക്കുന്നു. തല മുതൽ പാദം വരെ സെഫലോക്വാഡൽ സീക്വൻസ്. അപ്പോ ആദ്യത്തെ ഓർഡർ, ആദ്യത്തെ വികസന ക്രമം എന്ന് പറയുന്നത് സെഫലോക്വാഡൽ സീക്വൻസ്, തല മുതൽ പാദം വരെ ശിരപാദാഭിമുഖക്രമം. അപ്പോ ഇതിന്റെ എന്ന് പറഞ്ഞാല് ആദ്യം ഇപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ആദ്യം വികാസം സംഭവിക്കുന്നത് തലയ്ക്കാണ്. തലയ്ക്ക് വികാസം സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ പ്രസവത്തിന് ശേഷം, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്തുണ്ടാകുന്നത്? ഈ തലയുടെ വലുപ്പം. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മൊത്തം ബോഡിയുടെ 1/3 ഭാഗമാണ് തല വരുന്നത്. 1/3 തല എന്ന് പറഞ്ഞാൽ വലിയതായിരിക്കും. തല ശരീരത്തിന്റെ 1/3 പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തലയാണ് നമുക്ക് നോർമലി കാണാൻ പറ്റുക. അതെന്ന് പറയുന്നത് തലച്ചോറിൽ വികാസം സംഭവിക്കുന്നത് കൊണ്ടാണ് ആ ഡെലിവറി കഴിയുമ്പോൾ ആ കുട്ടിയുടെ തല വികസിച്ച് അല്ലെങ്കിൽ വലുതായിട്ട് ഇരിക്കുന്നത്. പിന്നീട് അതെന്താവും? അത് ആദ്യം വികാസം സംഭവിക്കുന്നത് തലയ്ക്കാണ്. പിന്നെ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്ത്? കമല, കഴുത്തുറയ്ക്ക. ആദ്യം ഇത് ജനിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു പിടിച്ചോളോ, കഴുത്ത് ഉറച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഈ തലച്ചോറിലെ വികാസം കഴിഞ്ഞിട്ട് പിന്നെ കഴുത്തുറയ്ക്കുക. അപ്പൊ കഴുത്തിന്റെ അവിടെ വികാസം. അതിനുശേഷം നമ്മൾ എന്തോ ഈ കഴുത്തുറച്ചൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ കമലും അതുപോലെ തന്നെ മുട്ടിലേഴയും പിന്നെ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുക? നടക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ തലയിൽ വികാസം, കഴുത്തിൽ വികാസം, അതുപോലെ തന്നെ ബോഡി കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞാലാണ് ഈ കമലാനായിട്ട് തുടങ്ങുക. പിന്നെ മുട്ടുകുത്ത, കൈകാലുകളിൽ വികാസം സംഭവിക്കുന്നു. ഏറ്റവും അവസാനം നടക്കാൻ പറ്റുമ്പോൾ കാലിലോട്ട് എത്തുന്നു. അപ്പോൾ ശിരപാദാഭിമുഖക്രമം, തല മുതൽ പാദം വരെ സെഫലോക്വാഡൽ സീക്വൻസ്. അപ്പൊ ആദ്യത്തെ ക്രമം ആലോചിക്കുക, തലയിൽ നിന്ന് ആരംഭിച്ച് പാദത്തിലോട്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടി കാല് വെച്ച് നടക്കുന്നത്, അല്ലെ? ആദ്യം തന്നെ ജനിച്ച കുട്ടി ഓടുന്നത്
ആരും കണ്ടിട്ടുണ്ടാവില്ല. കഴുത്തുറച്ച് പിന്നോടലും കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ മുട്ടുകുത്തുന്നു, അതുപോലെ തന്നെ കമലുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുട്ടി നടക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ തലയിൽ നിന്നാണ് ആദ്യം വികാസം ആരംഭിക്കുന്നതെന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ വികാസ ക്രമമാണ് എന്ത്, ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലോട്ട്. ശരീരമധ്യത്തിലുള്ള കരള്, വൃക്ക, ശ്വാസകോശം അതിനൊക്കെ വികാസം സംഭവിച്ചതിന് ശേഷമാണ് വിരലിലോട്ട് വികാസം എത്തുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ വികാസം കഴിഞ്ഞിട്ട് പിന്നെ ഉദരം അതുപോലെ തന്നെ ഉരസ് അതൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികൾ കമലുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ആ കമല എന്ന് പറഞ്ഞാൽ ഉദരം ഉരസ്. അപ്പൊ ഈ ഭാഗത്ത് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള വികാസം നടക്കുന്നതിന് ശേഷമാണ് ഈ ഒരു കമലിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം കൈകളിലോട്ട് വികാസം എത്തും, കൈമുട്ട്, അതുപോലെ തന്നെ കൈപ്പത്തി, കൈയുടെ ഏറ്റവും അവസാനം വിരല്. അപ്പൊ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലോട്ട്, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ. അങ്ങനെയാണ് രണ്ടാമത്തെ വികസന ക്രമം എന്ന് പറയുന്നത്. ഒന്നാമത്തത് ശിരപാദാഭിമുഖക്രമം, തല മുതൽ പാദം വരെ. രണ്ടാമത്തത് എന്ന് പറയുന്നത് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം. അപ്പോൾ സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലോട്ട്, അതിൽ വരുന്നത് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോൾ ഡിസ്റ്റൽ ഡയറക്ഷൻ. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ചോദിക്കാറുണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യങ്ങൾ വരാറുള്ള ഭാഗമാണ്. മൂന്നാമത്തെ വികാസ തത്വം എന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത് സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണ്. ഇതിന്റെ ഇംഗ്ലീഷ് ടേമും ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. ഇംഗ്ലീഷ് ടേമും നമ്മൾ നോക്കി വെക്കാൻ മാത്രമല്ല പഠിക്കും കൂടി വേണം. അപ്പൊ വികാസം എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്, സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണ്. അപ്പോ ശിശുക്കൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം, കാണുന്നു, രുചിക്കുന്നു, തൊടുന്നു, സ്പർശിക്കുന്നു. അതൊക്കെ എന്താണ്, സംവേദനമാണ്. സംവേദനത്തിൽ നിന്ന് പ്രത്യക്ഷണം. സംവേദനം ഉണ്ടെങ്കിലാണ് അവിടെ എന്താ ഉണ്ടാവുക, പ്രത്യക്ഷണത്തിന് സഹായകമാകുള്ളൂ. പ്രത്യക്ഷണം നടക്കണമെങ്കിൽ ആദ്യം സംവേദനം വേണം. ഈ പ്രത്യക്ഷണമാണ് എന്ത് ചെയ്യുന്നത്, സംപ്രത്യക്ഷണത്തിന് കാരണമാകുന്നത്. ഈ സംപ്രത്യക്ഷണത്തിന് ശേഷമാണ് അന്തർദൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ പ്രശ്ന പരിഹരണത്തിലോട്ട് എത്തുന്നത്. പ്രശ്നപരിഹരണത്തിന് സഹായിക്കുന്നത് എന്ന് പറയുന്നത് അന്തർദൃഷ്ടിയാണ്. അപ്പോ ഇതൊന്നും നോക്കിയേ, സഞ്ചിത സ്വഭാവത്തോട് കൂടി സഞ്ചിയിലാക്കുമ്പോൾ നമ്മൾ എന്താ, ഒരു റേഷൻ കടയിൽ പോയി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും സഞ്ചിയിലുണ്ടാവും. അരി, പഞ്ചസാര, പിന്നെ അതുപോലെ ഗോതമ്പ്, പച്ചരി, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും എന്താണ് നമ്മൾ സഞ്ചിയിലാണ് ഇടുക അല്ലെ. അപ്പൊ ഒന്ന് കഴിഞ്ഞാൽ അതിന്റെ കൂടെ അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവിടെ റേഷൻ കടയിൽ അങ്ങനെയാണ്. അപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് അവകാശപ്പെട്ടൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ആദ്യം സംവേദനം ഉണ്ടാക്കുന്നു. സംവേദനം ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തുണ്ടാവും, പ്രത്യക്ഷണം ഉണ്ടായിരിക്കും. പ്രത്യക്ഷണം ഉണ്ടെങ്കിൽ സംപ്രത്യക്ഷണം ഉണ്ടായിരിക്കും. സംപ്രത്യക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്തർദൃഷ്ടി, പ്രശ്ന പരിഹരണം. അപ്പൊ അതൊക്കെ എന്താണ്, ഒരു സഞ്ചിയിലാക്കി കൊണ്ടു നടക്കണ പോലെയാണ്. എല്ലാ കാര്യങ്ങളും ഒന്നെടുത്താൽ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വരും. എല്ലാം കൂടി ഉണ്ടെങ്കിലാണ് അവിടെ എന്തുണ്ടാവുള്ളൂ, വികാസം. അല്ലെങ്കിൽ വികാസം ക്യുമുലേറ്റീവ് ആയിട്ടുള്ള വികാസം ക്യുമുലേറ്റീവ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്, സഞ്ചിത സ്വഭാവത്തോട് കൂടിയാണ്. അതുപോലെ തന്നെ വികാസം എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലോട്ട് കടക്കുന്നു, സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലോട്ട് കടക്കുന്നു. ജനറൽ ടു സ്പെസിഫിക് ഡെവലപ്മെന്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഇതും ചോദിച്ചിട്ടുണ്ട്, ജനറൽ ടു സ്പെസിഫിക്. ഇതിൽ നമ്മളോട് ചോദിക്കാറുള്ള അല്ലെങ്കിൽ തെറ്റിച്ച് തരാറുള്ള ഒരു ഭാഗമാണ് എന്ത്, ഇത് നമ്മൾ ഇവിടെ കണ്ടറിയാം. സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലോട്ട് കടക്കുന്നു. അത് നേരെ തിരിച്ചു വരും, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലോട്ട്. വികാസ തത്വത്തിൽ പെടുവോ ഇല്ലയോ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്ഥൂലമുണ്ട്, സൂക്ഷ്മമുണ്ട്, ഇതിലെന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ ഇത് കറക്റ്റാന്ന് ചിന്തിക്കും. അത് തിരിച്ചു തരാറുണ്ട്, തിരിച്ചു തന്നിട്ടുണ്ട്. പല എക്സാംസിലും തിരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലോട്ട് കടക്കുന്നു. ഇപ്പോ ജനിച്ചൊരു 2 വയസ്സായിട്ടുള്ള കുട്ടി ഒരു പാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും കൈ മൊത്തത്തിൽ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആദ്യം 2 കൈ കൊണ്ട് പാൻ എടുക്കാനായിട്ട് പഠിക്കും. അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം എടുക്കാൻ തന്നെ വിചാരിക്കുക, ആദ്യം മേലും കൈയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ബോഡി മൊത്തം ഉപയോഗിച്ചിട്ടാവും ഒരു സാധനം എടുക്കുക. പിന്നീട് ഈ 2 കൈകളിലോട്ട്, പിന്നെ ഏറ്റവും അവസാനമാണ് എന്ത് ചെയ്യുന്നത്, ഈ പാൻ എടുക്കാന്നുണ്ടെങ്കിൽ ഈ 2 വിരലുകൊണ്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ ഈ 2 കൈ കൊണ്ട് എടുത്തിരുന്ന സ്ഥാനത്ത് 2 വിരലുകൊണ്ട് സ്ഥൂലത്തിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ളതിലോട്ട് എത്തുന്നു. വികാസം എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലോട്ട് കടക്കുന്നു, അല്ലെങ്കിൽ സാമാന്യത്തിൽ നിന്ന് വിശേഷണത്തിലോട്ട്. ഇപ്പോൾ വലിയ ജനറൽ ആയിട്ടുള്ള അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള 2 കൈയിൽ നിന്ന് ഒരൊറ്റ കൈക്ക് എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ ജനറൽ ടു സ്പെസിഫിക് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലോട്ട് കടക്കുന്നു. അപ്പൊ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമാണ്, തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതെന്താണ്, റോങ് ആണ്. ഒരു കുട്ടിയും ജനിച്ച പാടെ വിരലുകൊണ്ട് 2 വിരൽ ഉപയോഗിച്ച് പാൻ എടുക്കത്തില്ല. അത് ആ ഒരു പ്രായമാകുന്ന ടൈമിലേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തൊരു വികാസ തത്വം എന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും പരിസരത്തെയും
ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പൊ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നന്നായി ഡാൻസ് കളിക്കുന്ന പാരൻസിന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. അത് പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടുന്ന ഒന്നാണ്. ഇപ്പൊ പാട്ട് പാടാൻ കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളും എന്തുണ്ടായിരിക്കും, ആ പാട്ട് പാടാൻ കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നന്നായി പഠിക്കാൻ കഴിവുള്ള, അപ്പോൾ പാരമ്പര്യത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വികാസം കൈമാറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, പരിസരം എന്ന് പറയുന്നത്. ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ആ ഒരു പരിസരത്തിൽ എനിക്ക് സൂട്ടബിൾ അല്ലാത്ത, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇപ്പോൾ അച്ഛൻ വന്ന് ഡെയിലി തല്ലുണ്ടാക്കുന്നു, കുടുംബ സാഹചര്യം വളരെ മോശമായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വികാസം നടക്കില്ല. അവിടെ നിന്ന് കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചീത്ത, തെറി, അങ്ങനത്തെ കുറെ സാധനങ്ങളായിരിക്കും ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നത്. ഈ ചീത്തയും തെറിയൊക്കെ കേട്ടാലുള്ള പ്രശ്നം എന്താണ്, ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഭാഷാവികാസം, നമ്മൾ ഈ സാൻമാർഗിക വികാസം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, സാൻമാർഗികപരമായിട്ട്, ചാലകപരമായിട്ട്, ശാരീരികപരമായിട്ട്, വൈജ്ഞാനികപരമായിട്ട്, സാമൂഹികമായിട്ട്, മനോസാമൂഹിക വികാസം, അങ്ങനെ പല രീതിയിൽ ഭാഷാവികാസം ഒക്കെ നടക്കുന്നുണ്ട്. മോശം കാര്യങ്ങൾ മാത്രം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ ഭാഷാവികാസം എന്ന് പറയുന്നത് പ്രോപ്പർ ആവില്ല. അത് മാത്രമല്ല, ഭാഷാവികാസം മാത്രമല്ല, അപ്പോൾ മറ്റൊരാളോട് സംസാരിക്കാനാണെങ്കിലോ സാൻമാർഗികപരമായിട്ട് ആ കുട്ടി കാണുന്നത് മുഴുവൻ എന്താണ്, റോങ് ആയിട്ടുള്ള കാര്യങ്ങളെ വീടിന് ചുറ്റും കാണുന്നത്. അത്തരമുള്ള കുട്ടികൾക്ക് സാൻമാർഗികപരമായിട്ടുള്ള വികാസം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വികാസത്തെ സ്വാധീനിക്കുന്ന മറ്റു രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്, പാരമ്പര്യവും അതുപോലെ തന്നെ പരിസരവും. ഓരോന്നും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. വികാസം എന്ന് പറയുന്നത് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പരിപക്വനം എന്ന് പറയുന്നത് ബാഹ്യശക്തികളുടെ അഭിപ്രേരണ കൂടാതെ സ്വയമേവ നടക്കുന്ന ഒരു വികാസത്തിനെയാണ് പരിപക്വനം എന്ന് പറയുന്നത്. സ്വയമേവ, ഉള്ളിലൂടെ തന്നെ നടക്കുന്ന വികാസം. ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്യുന്നു, അത് ഉള്ളിലൂടെ വരുന്ന ആ അത്തരത്തിലാണ് എന്ത് പറയുന്നത്, നമ്മുടെ പരിപക്വനം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് പഠനത്തെയും ആശ്രയിക്കുന്നത്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നു, മറ്റുള്ളവരെ കാണുന്നു, കുട്ടികളെ കാണുന്നു, സംസാരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു വികാസം ഉണ്ടാകുന്നു. അവരിലുള്ള നല്ല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നു. അവർ നല്ലത് പറയുകയാണെങ്കിൽ നമുക്ക് സാൻമാർഗികപരമായിട്ടുള്ള വികാസം ഉണ്ടാകുന്നു, ഭാഷാപരമായിട്ടുള്ള വികാസം ഉണ്ടാകുന്നു. അപ്പോൾ വികാസം എന്ന് പറയുന്നത് പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്ന ഒന്നാണ്. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലാണ്. വ്യത്യസ്ത നിരക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ ബോഡിയിലെ ഓരോ പാർട്ടിനും വ്യത്യസ്ത നിരക്കിലാണ് വികാസം സംഭവിക്കുന്നത്. അപ്പോൾ ശൈശവത്തില് വളർച്ചയുടെ തോത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ തൈമസ് ഗ്രന്ഥിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു സമയമാകുമെന്നുണ്ടായിരിക്കും. ഒരു 12 വയസ്സാകുമ്പോഴേക്കും നമ്മൾ ഈ തൈമസ് ഗ്രന്ഥിയുടെ എന്ന് പറഞ്ഞാൽ ഇരട്ടി വലുപ്പമാവും. അതിന്റെ പരിണിത വലുപ്പത്തിന്റെ ഇരട്ടിയായി മാറാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണ്, അതിന്റെ വലുപ്പം കുറഞ്ഞ് പൂർണ്ണതയിലോട്ട് പ്രാപിക്കുന്നു. അപ്പൊ ആദ്യം ഇരട്ടിയായിട്ട് പിന്നെ പകുതിയാകുന്നു. ഇപ്പൊ ഗർഭപാത്രം എന്നുണ്ടെങ്കിൽ യൗവനാരംഭത്തിൽ എന്തുണ്ടാവും, വളർച്ച ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് തന്നെ എന്താവും, വളർച്ച പ്രാപിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ ജനനേന്ദ്രിയത്തിന്റെ വികാസം ആണെന്നുണ്ടെങ്കിലും ശൈശവത്തിലും ബാല്യത്തിലും അതുപോലെ മന്ദഗതിയിലാകും. പിന്നീട് എന്താണ്, അതൊക്കെ കഴിഞ്ഞൊരു യൗവനൊക്കെ എത്തുമ്പോഴത്തേനും അതെന്താ, വളരെ അതിശീഘ്രമായിട്ട് വളരെ വേഗത്തിൽ വികാസം സംഭവിക്കും. നാഡീവ്യൂഹത്തിനൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ വികാസം എന്ന് പറയുന്നത് എന്താണ്, വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലാണ്. അപ്പൊ ഈ ഒരു സമയത്ത് യൗവനത്തിൽ അല്ലെങ്കിൽ കൗമാരത്തിൽ സ്പീഡിൽ വികാസം നടക്കണില്ല എന്ന് വെച്ചിട്ട് പിന്നെ വികാസം നടക്കില്ല എന്നല്ല, കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, വികാസം കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ അടുത്തത് ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, 6 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു അതിശീഘ്രമായിട്ട് എന്തുണ്ടാവും, ഒരു ബാല്യത്തിന്റെ അവസാനമാകുന്ന ആ ഒരു സമയത്തിലാണ് എന്തുണ്ടാവുക, സമ്പൂർണ്ണമായിട്ടൊരു വികാസം സംഭവിക്കുക. ഇപ്പോൾ അസ്ഥികൂടം ആയിക്കോട്ടെ, അസ്ഥികൂടം നമ്മുടെ ബോഡിയിലുള്ള ആ ഒരു അസ്ഥികൂടത്തിനാണെന്നുണ്ടെങ്കിൽ ശൈശവത്തിലും കൗമാരത്തിലും വളരെ വേഗത്തിൽ വികാസം നടക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ശൈശവത്തിലും കൗമാരത്തിലും. പിന്നെ അതിന്റെ ഇടയിലുള്ള ബാല്യത്തിലൊന്നും ഉണ്ടാവില്ല, അത്രത്തോളം തന്നെ വേഗത ഉണ്ടാകില്ല. അടുത്തതെന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്റർ റിലേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഒരു ഒറ്റൊരു വികാസത്തിൽ നിന്ന്, ഇപ്പൊ ഒരു ഭാഷാ വികാസം, ഇപ്പൊ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെന്ന് മറ്റുള്ളവരോട് സംസാരിക്കുന്നു, ആ സംസാരിക്കുന്നതിലൂടെ പല അറിവും നമുക്ക് കൈമാറി കിട്ടും. അവിടെ ഒരു വൈജ്ഞാനിക വികാസം ഉണ്ടാകും, ഭാഷാ വികാസം ഉണ്ടാകും. നല്ല നല്ല സംസാരങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ സാൻമാർഗിക വികാസം ഉണ്ടാകും. എല്ലാ വികാസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓട്ടം ചാട്ടം ഒക്കെ ആകുന്നുണ്ടെങ്കിൽ ശാരീരിക ചലനപരമായിട്ടുള്ള വികാസമുള്ള ഒരു വ്യക്തിയായിരിക്കും നന്നായിട്ട് ഓടുന്നതും ചാടുന്നതും ഒക്കെ. അപ്പൊ നമ്മുടെ പരിസരം മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്
പ്രവചനീയമാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റും. ദാറ്റ് മീൻസ് 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി ഒരു പേന അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് എഴുതാന്ന് പറഞ്ഞാൽ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2 വയസ്സായിട്ടും കുട്ടികൾ സംസാരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്താ ഈ കുട്ടി സംസാരിച്ചിട്ടില്ലല്ലോ, എൻ്റെ ഒന്നും പറയില്ലേ, മക്കളൊന്നും പറയില്ലേ നമുക്ക് ചോദിക്കും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2 വയസ്സാകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഭാഷാ വികാസം പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് ആ ഒരു കുട്ടി 2 വയസ്സായിട്ടൊന്നും മിണ്ടാത്തത്. 5 വയസ്സായിട്ട് ഒരു പെൻസിൽ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ചാലകപരമായിട്ടുള്ള വികാസം പ്രോപ്പറായിട്ടല്ല നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാത്ത ആ കുട്ടിക്ക് ആ ഒരു പെൻസിൽ 5 വയസ്സിലും എടുക്കാനായിട്ട് പറ്റാത്തതായിട്ടുള്ളത്. വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണ്, അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ ആണ്. വികാസത്തിന്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. എനിക്കുള്ള വികാസം പോലെ ആവണം എന്നില്ല നിങ്ങൾക്കുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഭാഷയിലുള്ള വികാസം വളരെ കുറവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് എന്നെക്കാളും കുറവാവണമെന്നില്ല. എന്നെക്കാളും നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾക്ക് ഭാഷയിലുള്ള വികാസം കൂടുതലായിരിക്കും. അപ്പോൾ ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ വ്യക്തികളിൽ വ്യത്യാസം വരുമ്പോൾ അവരിലുള്ള വികാസത്തിന്റെ തോതിലും വളരെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോ ചിലർ സ്പോർട്സിലൊക്കെ നന്നായിട്ട് കഴിവ് പുലർത്തുന്ന അല്ലെങ്കിൽ മികവ് പുലർത്തുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എവിടെ കൊണ്ടുപോയിട്ടാലും ഫസ്റ്റ് അടിച്ചു വരും. അവർക്ക് ശാരീരിക ചലനപരമായിട്ടുള്ള ബോഡി കൃത്യമായിട്ട് അനക്കാനും ചലിപ്പിക്കാനുമുള്ള കഴിവ് എന്തുണ്ട് അവർക്കുള്ളത് കൊണ്ടാണ്, അവർക്ക് സ്പോർട്സിന് ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്, ആ ശാരീരിക ചലനപരമായിട്ടുള്ള വികാസം ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് നടക്കുന്നത്. അപ്പോൾ പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു കഴിവില്ല, ഓടാനും ചാടാനൊന്നും കഴിവില്ല. അപ്പോൾ പലരെയും ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും വികാസത്തിൽ എന്നുള്ള വ്യക്തികൾക്കനുസരിച്ച് വികാസത്തിന്റെ തോതിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവസാനത്തെ ഒരു വികാസ തത്വം എന്ന് പറയുന്നത് വികാസത്തിന് ചില നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്, ചില ഡിറ്റർമിനന്റ് ആയിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഗർഭാവസ്ഥയിലുള്ള ആദ്യത്തെ 3 മാസങ്ങൾ എന്ന് പറയുന്നത് തലച്ചോറിന്റെ, കണ്ണിന്റെ, ചെവിയുടെ ഒക്കെ വികാസമാണ് നിർണായകമായിട്ട് നടക്കുന്നത്. ഇപ്പൊ ശൈശവത്തിലാണെന്നുണ്ടെങ്കിൽ ചാലക വികാസത്തിന്റെ, കൗമാരത്തിലാണെന്നുണ്ടെങ്കിൽ ലൈംഗിക വികാസത്തിന്റെ, അങ്ങനെ ഒരു നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് കുട്ടികളുടെ വികാസം നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ വികാസ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് അത്ര സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിക്കും വേണം. എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു, കുട്ടികളിൽ ഭാഷാ നൈപുണ്യം ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായിട്ടുള്ള പ്രവർത്തന ക്രമം. അപ്പോൾ ശ്രവണം, ഭാഷണം, ലേഖനം, വായന. ശ്രവണം, ലേഖനം, ഭാഷണം, വായന. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. അതുപോലെ ശ്രവണം, വായന, ലേഖനം, ഭാഷണം. അപ്പോൾ LSRW. അപ്പോൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഇതാണ് അതിന്റെ ഓർഡർ. അപ്പോൾ അതായത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ആദ്യം നമുക്ക് കേൾക്കാനായിട്ടുള്ള അവസരം കിട്ടണം. അപ്പൊ ഭാഷാ വികാസത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യം കേൾക്കാനുള്ള അവസരം കിട്ടണം. കേൾക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള അത് നോർമൽ ആയിട്ടുള്ള ഒരു സ്കിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എന്താണ്, പറയാനുള്ള ഒരു അവസരം കിട്ടി, പിന്നെ വായിക്കാനുള്ള ഒരു അവസരം കിട്ടണം. ദെൻ നമുക്ക് എഴുതാനുള്ള ആ ഒരു ഇതിലോട്ട് എത്തും. അപ്പൊ LSRW എന്നുള്ളത് എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിലും കാറ്റഗറി 1-ന് 2-ന് ഇംഗ്ലീഷ് മലയാളത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു ചോദ്യം 3 സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യ ബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? അഹം, ഇത്, അത്യാഹം ഇവയൊന്നുമല്ല. അപ്പോ യാഥാർത്ഥ്യ ബോധം, യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത്, സാൻമാർഗിക ബോധത്തിൽ, സാൻമാർഗിക തത്വത്തില്, അതുപോലെ തന്നെ അങ്ങനെ ഓരോ തത്വത്തിന്റെ അതിന്റെ അടിസ്ഥാനത്തിലുള്ളത് പറയുന്നുണ്ട്. അപ്പൊ യാഥാർത്ഥ്യ ബോധ തത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അഹമാണ്, ഈഗോയാണ്. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, വിശകലനം ചെയ്യാൻ പഠിക്കാം. ഇത് ചോദിക്കാറുണ്ട്. മനസ്സിന്റെ 3 തലങ്ങള്, അത് മാത്രല്ല മനസ്സിന്റെ തലങ്ങള്, മനസ്സിന്റെ ഘടന, അതുപോലെ മനോസാമൂഹിക, മനോലൈംഗിക വികാസ ഘട്ടങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഫ്രോയിഡുമായി ബന്ധപ്പെട്ട്, സിഗ്മണ്ട് ഫ്രോയിഡുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. മനസ്സിന്റെ ഘടന, അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഇതാണ്, പിന്നെ ഈഗോ, അതുപോലെ സൂപ്പർ ഈഗോ. അപ്പോ ഇത്, അഹം, അത്യാഹം, അങ്ങനെ 3 എണ്ണമാണ് ഉള്ളത്. മനസ്സിന്റെ ഘടന നോക്കാന്നുണ്ടെങ്കിൽ 3 എണ്ണമാണ് ഉള്ളത്. അപ്പൊ ഇതിനെ പറ്റി നമുക്ക് നോക്കാം. മനുഷ്യ മനസ്സിലെ പ്രാകൃതമായിട്ടുള്ള വികാര ശക്തിയാണ് എന്ത്, ഇത് എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യ മനസ്സിലെ പ്രാകൃതമായിട്ടുള്ള വിചാരങ്ങളുടെ ശക്തി. നമുക്ക് എന്ത് ഇമോഷനാ തോന്നുന്നുണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ടിൽ ചെയ്യാനുള്ള ആ ഒരു പ്രേരണ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ്. അപ്പൊ ജന്മവാസനകൾ എന്ന് പറയുന്നത് ഇതിനെ ഉത്തേജിപ്പിക്കുന്നുണ്ട്. അസന്മാർഗിക പ്രവർത്തനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ്, സുഖതത്വത്തിൽ അധിഷ്ഠിതം. ഇപ്പൊ എന്റെ മുമ്പിലൂടെ ഒരാൾ പോകുന്ന സമയത്ത് ഞാൻ ഒറ്റൊരടി കൊടുത്തു.
ഓൺ ദ സ്പോട്ടിൽ എനിക്ക് തോന്നി എന്ത് ചെയ്യാൻ, ഒന്ന് കൊടുക്കാൻ തോന്നി, കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പ്ലഷർ എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ തോന്നി, ഞാനത് ചെയ്തു. അതാണ് എനിക്ക് എൻ്റെ പ്ലഷറിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സുഖതത്വത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ പോയ ഒരാളെ അടിച്ചത്. അപ്പൊ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തത്. വെറുതെ പോണ ഒരാളെ മെക്കെട്ട് കയറാൻ പാടുണ്ടോ? പാടില്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു പ്ലഷറിന് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അതിൻ്റെ ആ തല്ലിയാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റോ, അയാൾക്ക് എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്, അയാൾക്ക് ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാതെ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ മനസ്സിന്റെ ഘടനയിൽ ഇത് എന്ന് പറയുന്നത് അസന്മാർഗികമായിട്ട് പ്രവർത്തിക്കുന്നത്, എന്ത് അസന്മാർഗത പ്രവർത്തിച്ചാലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഇതാണ് പ്രവർത്തിക്കുന്നത്. ആലോചിച്ച് വെക്കുക, ഇതാണ് പ്രവർത്തിക്കുന്നത്. അസന്മാർഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതാണ്. പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അല്ലെങ്കിൽ സുഖതത്വത്തിൽ അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ അത് അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്നത് ഇതാണ്. അപ്പൊ എന്താണ് തോന്നുന്നത് അത് ചെയ്യും, അതിന്റെ റൈറ്റോ റോങ്ങോ ഒന്നും നോക്കത്തില്ല. അടുത്തത് അഹം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈഗോയാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയും. അപ്പോ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ള ശക്തിയാണ് എന്ത്, അഹം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പൊ ഒരാൾ നടന്നു പോകുന്ന സമയത്ത് ഞാൻ അടിക്കാൻ പോവാണ്, അടിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, അപ്പൊ ഞാൻ അടിച്ചു കഴിഞ്ഞാൽ വല്ല പോലീസ് കേസ് ആവോ? പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? അതാണ് അവിടെ റിയാലിറ്റി എന്ന് പറയുന്നത്. അവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് അവിടുത്തെ റിയാലിറ്റി. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതാണ് എന്ത്, അവിടെ റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോ ആ യാഥാർത്ഥ്യ ബോധത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഇതടിക്കാൻ പോകുന്ന സമയത്ത് ഈഗോ പറയും വേണ്ട, നീ അടിച്ചു കഴിഞ്ഞാൽ അത് പോലീസ് കേസാകും എന്നുള്ള ആ ഒരു റിയാലിറ്റി അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത്, അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് മനസ്സിന്റെ ഘടനയിൽ ഒരു ഭാഗമായിട്ടുള്ള ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ആലോചിക്കുക, യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈഗോ അല്ലെങ്കിൽ അഹമാണ്. അനന്തര ഫലങ്ങളെ കുറിച്ച് വ്യക്തിക്ക് താക്കീത് നൽകുന്നു, തന്മൂലം ഒരു നിയന്ത്രണ ഘടകമായിട്ട് മാറുന്നു. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെയാണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള താക്കീത് പോകുന്നുണ്ട്. മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇതാണ്. അതുപോലെ തന്നെ വ്യക്തിത്വത്തിന്റെ പാലകൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇതാണ്. അപ്പോ കുതിരയും കുതിരക്കാരനും. ഇപ്പൊ കുതിര എന്ന് പറയുന്നത്, അപ്പൊ ഇതെന്തെങ്കിലും ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പൊ കുതിര പോകുന്ന സമയത്ത് കുതിരനെ പിടിച്ചു നിർത്തുന്നത് ആരാ? കുതിരക്കാരനാണ്. ആ വള്ളി വലിച്ചു കഴിഞ്ഞാൽ എന്താവും? കുതിര അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും, സ്റ്റിൽ അവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും. അപ്പൊ കുതിര പോകുമ്പോൾ കുതിരനെ പിടിച്ചു നിർത്തുന്നത് കുതിരക്കാരനാണ്. അപ്പൊ കുതിര എന്ന് പറയുന്നത് ഇതോരോന്ന് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈഗോ പറയും പൂവല്ലേ, അവിടെ നിൽക്കും. ആ ഒരു നിയന്ത്രണ ഘടകമായിട്ട് കുതിരയും കുതിരക്കാരനും ഇതും ഈഗോയും നിയന്ത്രണ ഘടകമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈഗോയാണ് അല്ലെങ്കിൽ അഹമാണ്. അപ്പോ അതുപോലെ തന്നെ ഇനി അടുത്തത് സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അത്യാഹം. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഈഗോവിന്റെ തന്നെ പരിണിതമായിട്ടുള്ള രൂപം സാൻമാർഗിക തത്വത്തിൽ അധിഷ്ഠിതമാണ്. അതായത് സാൻമാർഗിക തത്വം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആളെ തല്ലാൻ പോകുന്ന സമയത്ത് ഈഗോ എന്താ പറയാ? തല്ലണ്ട. ഇത് പറയും തല്ലിക്കോ, ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഈഗോ പറയാണ് തല്ലണ്ട, തല്ലിക്കഴിഞ്ഞാൽ പോലീസ് കേസാവും. അപ്പോൾ സാൻമാർഗിക തത്വം എന്താ? തല്ലണ്ട, തല്ലിക്കഴിഞ്ഞാല് എന്നെ തല്ലിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന അതേ വേദന തന്നെയല്ലേ അയാൾക്കും ഉണ്ടാവുക. അപ്പൊ അയാൾക്ക് കുടുംബം ഫാമിലി ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ പ്രശ്നമാവോ? അപ്പോൾ ഒരു സാൻമാർഗികപരമായിട്ടുള്ള ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെ ചെയ്യുന്നത് റോങ് അല്ലേ എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടല്ലോ. അതായത് സാൻമാർഗിക തത്വത്തിൽ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സൂപ്പർ ഈഗോ അല്ലെങ്കിൽ അത്യാഹം എന്ന് പറയുന്നത്. ഈഗോവിന്റെ തന്നെ പരിണിത രൂപമാണ്. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈഗോയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് സൂപ്പർ ഈഗോ വികസിക്കും. അതായത് കൂടുതലായിട്ട് സാൻമാർഗികപരമായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ചോദ്യത്തിലോട്ട് കടക്കാം. അപ്പോ ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസി ടീച്ചർ കുട്ടികളോട് ഒരേപോലെയുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് ആകെ എത്ര വസ്തുക്കൾ ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞു. അപ്പൊ ടീച്ചർ ആദ്യം ചെയ്തത് 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്തിട്ട് ടോട്ടല് മൊത്തം എത്ര വസ്തുക്കൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ പറഞ്ഞു. അപ്പൊ അതിന് ശേഷം എന്താ ചെയ്തത് ടീച്ചർ? തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കണ്ടെത്താനായിട്ട് പറഞ്ഞു. അപ്പൊ 4 വസ്തുക്കളും 3 വസ്തുക്കളും കൂടിയിട്ട് വരുന്ന ആ ഒരു ചിത്രം കണ്ടെത്താനായിട്ട് ടീച്ചർ രണ്ടാമതായിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ്. പിന്നീട് ഇതിനെ ഗണിതപരമായിട്ട് അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ആദ്യം എന്ന് പറഞ്ഞാല് ആദ്യം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ വസ്തുക്കൾ ചേർത്ത് വെച്ചിട്ട് ആകെ എത്ര ഉണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രം. മൂന്നാമതായിട്ട് പറഞ്ഞത് അത് സിമ്പലായിട്ട് ഗണിത അക്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം പഠനത്തിലൂടെ ആശയങ്ങൾ സ്വാംശീകരണം നടത്തുന്ന സാധ്യമാക്കുന്ന ആ ഒരു രീതി മുന്നോട്ട് വെച്ചത് ആരാണ്? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇതേപോലെ 3, 4 വെച്ച് തന്നെയാണ് കറക്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് എന്താ ഉണ്ടായത്? 3 അതുപോലെ തന്നെ 4 വസ്തുക്കൾ വെച്ചിട്ട് ആകെ എത്ര ഉണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചർ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ സിംബോളിക് ആയിട്ടുള്ള ഇത്. അപ്പോൾ ബ്രൂണർ ആണോ, വൈഗോട്സ്കി ആണോ, നോം ചോംസ്കി ആണോ, തോണ്ടേക്ക് ആണോ? ഇതിൽ ആരാന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് നമ്മുടെ ബ്രൂണർ ആണ്. ബ്രൂണറുടെ നമ്മൾ പറയുന്നുണ്ട്, ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം. ആദ്യം അവിടെ കുട്ടി പ്രവർത്തിച്ച് പഠിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ എക്സാമ്പിൾ 3 വസ്തു 4 വസ്തു വെച്ചിട്ട് ആകെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് പ്രവർത്തിച്ച് പഠിച്ചു. ബിംബന ഘട്ടം ആ ഒരു ഇത് ഫിഗർ ഇല്ലാതെ തന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫിഗർ എന്ത് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറയാണ്. അപ്പം കൺമുന്നിൽ ഇല്ലാതെ തന്നെ ഒരു ഇമാജിനറിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ അങ്ങനെയാണല്ലോ പഠിച്ചത്, അപ്പൊ ഇത് ഇങ്ങനെ ആയിരിക്കും വരാം എന്നുള്ള ഒരു ഇമാജിനേഷൻ, ഒരു ബിംബമായിട്ട് എന്ത് ചെയ്യുന്നു, അത് കണ്ടെത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഗണിതാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതുന്നു. ആ ഒരു സിംബോളിക് ആയിട്ടുള്ള റൈറ്റിംഗ് ഏറ്റവും അവസാനത്തെ പ്രതീകാത്മക ഘട്ടം നമ്മുടെ ബ്രൂണറുടെ ഈ ഒരു വൈജ്ഞാനിക വികാസ ഘട്ടവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഇതിലുള്ളത് ഉണ്ടായിരുന്നതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായിട്ട് അടിസ്ഥാന ഘടകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ശരിയായത് ഏതാന്നാണ്? ഉത്കണ്ഠ, സാമൂഹിക അടുപ്പം, ഉൾക്കാഴ്ച, അപകർഷത. അതുപോലെ കായിക ശേഷി, അപകർഷത, അടുപ്പം, മൗലികത, സാമൂഹിക ഇത്. പിന്നെ വാചാലത, വിവ്രജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. പിന്നെ വാചാലത, ഉൾക്കാഴ്ച, മൗലികത, അപകർഷത, ഉത്കണ്ഠ. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ട് ആൻസർ വരുന്നത്. വാചാലത, വിവ്രജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. അപ്പൊ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇതും ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, അത്ര തന്നെ ഇമ്പോർട്ടന്റ് കൊടുക്കണം. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ബുദ്ധിയെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഉള്ള ഒന്നാണ് എന്ത്, സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പോ സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി പറയുന്നത് എന്താ നമുക്ക് നോക്കാം. സ്വയം പ്രകാശനത്തിന് ധാരാളം അവസരങ്ങൾ കൈവരിക്കുകയും അതിലൂടെ ആത്മസാക്ഷാത്കാരം എന്ന സർഗാത്മകതയുടെ ഉയർന്ന തലത്തിൽ എത്താനും കഴിയുന്നു. സ്വയം പ്രകാശനത്തിനും ആത്മസാക്ഷാത്കാരത്തിന്റെയും കൂടിച്ചേരലാണ് എന്ത്, സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പൊ സ്വയം പ്രകാശനത്തിന്റെയും ആത്മസാക്ഷാത്കാരത്തിന്റെയും കൂടിച്ചേരലാണ് എന്ത്, സർഗാത്മകത. അപ്പൊ ഗിൽഫോർഡിന്റെ അഭിപ്രായത്തില് സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, വിവ്രജന ചിന്തനം അല്ലെങ്കിൽ ഡൈവർജൻ തിങ്കിങ് ആണ്. അപ്പൊ ഗിൽഫോർഡിന്റെ അഭിപ്രായം സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവ്രജന ചിന്തനം അല്ലെങ്കിൽ ഡൈവർജൻ തിങ്കിങ് ആണ്, അറിഞ്ഞിരിക്കണം. അപ്പൊ സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങൾ നമുക്ക് നോക്കാം. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങൾ അപ്പോ ടോറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഒരു ഘടകങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഘടകങ്ങൾ നോക്കാം. വാചാലത, വിവ്രജന ചിന്തനം, ഫ്ലുവൻസി എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. ഡൈവർജൻ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹരണ ശേഷി, അതുപോലെ ഉൾക്കാഴ്ച, ഇൻഡ്യൂഷൻ, അതുപോലെ മൗലികത, ഒറിജിനാലിറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സർഗാത്മകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു 5 അടിസ്ഥാന ഘടകങ്ങൾ: വാചാലത, വിവ്രജന ചിന്തനം, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. അപ്പൊ അടിസ്ഥാന ഘടകങ്ങൾ ഓർത്ത് വയ്ക്കുക. വാചാലതയുണ്ട്, വിവ്രജന ചിന്തയുണ്ട്, അതുപോലെ തന്നെ പ്രശ്നപരിഹരണ ശേഷിയുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്, മൗലികതയുണ്ട്. അടുത്തത് നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കാം. എന്താണ് വാചാലത അല്ലെങ്കിൽ ഫ്ലുവൻസി എന്ന് പറയുന്നത്? വാക്ചാതുര്യം, ആശയപടുത, പ്രകടന പരത, അതുപോലെ തന്നെ സംയോജന നൈപുണ്യം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. വാക്ചാതുര്യം, വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ പറ്റുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ വാക്ചാതുര്യമുള്ളവർക്കാണ് ഇത് പറ്റുള്ളൂ. രണ്ടാമത്തേത് വിവ്രജന ചിന്ത. അപ്പൊ ഈ നമ്മുടെ മണിച്ചിത്രത്താഴിൽ പറയുന്നുണ്ടല്ലേ, ഞാൻ ആരും സഞ്ചരിക്കാത്ത പാതയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുന്നുണ്ടെന്ന്.
പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ചിന്തിക്കുന്ന ആ ഒരു ചിന്താഗതിയിലൂടെ ചിന്തിക്കാതെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു പ്രശ്നപരിഹരണ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള ശേഷിയാണ് വിവ്രജന ചിന്തനം എന്ന് പറയുന്നത്. പടുത, അയവ്, മൗലികത, വിപുലീകരണം എന്നിവയെല്ലാം വിവ്രജന ചിന്തനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഇപ്പൊ പടുതയാണെങ്കിലും അതുപോലെ വിപുലീകരണം ഇതൊക്കെ ഇതില് അന്തർഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ പ്രശ്ന പരിഹരണ ശേഷി, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവാണ് ഈ പ്രശ്ന പരിഹരണ ശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൾക്കാഴ്ച, നമുക്ക് ഉള്ളിലോട്ടൊരു ഇത് വരാം, ഇത് കാണുമ്പോൾ അന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് നമ്മുടെ മൈൻഡിലോട്ട് കയറി വരുന്ന ഒരു സംഭവമാണ് ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. സർഗാത്മകതയെ വളരെയേറെ സ്വാധീനിക്കുന്ന ഘടകമാണ് ഉൾക്കാഴ്ച. അന്വേഷണത്തിന്റെയോ പരീക്ഷണത്തിന്റെയോ ചിന്തയുടെയോ ഒരു ഘട്ടത്തിലായിരിക്കും ഇതെന്ത് ചെയ്യുക, സഹായകമായിട്ട് വരാം. ഉൾക്കാഴ്ച എന്ന് പറയുന്നത് സഹായകമായിട്ട് വരുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മൗലികതയാണ്, അല്ലെങ്കിൽ ഒറിജിനാലിറ്റി. മറ്റുള്ളവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നതിനുള്ള കഴിവിനെയാണ് മൗലികത അല്ലെങ്കിൽ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുക, മറ്റാരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ വളരെ നല്ലത്. ഇനി ടോറൻസിന്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയ്ക്ക് നാല് ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒഴുക്ക്, വാചാലത, അതുപോലെ തന്നെ പടുത, വഴക്കം, അഴവ്. ഇത് 4 ഘടകങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് അഴവ്, വിപുലീകരണം, ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് മൗലികത എന്ന് പറയുന്നത്. ഒഴുക്ക് അല്ലെങ്കിൽ വാചാലത, പിന്നെ പടുത, വഴക്ക്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. സർഗാത്മകതയുടെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. സജ്ജീകരണം, ഉദ്ഭവനം, അതുപോലെ തന്നെ പ്രകാശനം, വിലയിരുത്തൽ. സജിക്ക് അടൂർ പ്രകാശന്റെ വില അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ സജിക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ ഘട്ടങ്ങൾ ആലോചിക്കുക. സജിക്ക് അടൂർ പ്രകാശന്റെ അടൂർ പ്രകാശന്റെ വില അറിയാത്തത് കൊണ്ടാണ്. സജ്ജീകരണം, ആദ്യത്തെ ഘട്ടം അടൂർ പ്രകാശൻ അടയിരിക്കല്, രണ്ടാമത്തെ ഘട്ടം പ്രകാശനം, പിന്നെ വിലയിരുത്തല്. അപ്പോൾ സർഗാത്മകതയുടെ ഘട്ടങ്ങൾ പഠിക്കാനായിട്ട് ഈ ഒരു ചെറിയൊരു കോഡ് വെച്ച് നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് പറ്റും. ഇനി സർഗാത്മകത അളക്കാൻ വേണ്ടിയിട്ട് ടോറൻസ് സ്കെയിൽ ഉപയോഗിക്കാം. അതുപോലെ മിനിസോട്ട ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, ഗിൽഫോർട്ട് ഡൈവർജന്റ് തിങ്കിങ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സർഗാത്മകതയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ആലോചിച്ച് വയ്ക്കുക, സർഗാത്മകത അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, ടോറൻസ് എന്തൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ടും നമ്മൾ അറിയും വേണം, പഠിക്കും വേണം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് കിടക്കാം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോഴും ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ എന്താണ് ലിജിക്ക് ഭയമാണ്. അപ്പോൾ ഇത് ഏത് തരം പഠന വൈകല്യമാണ്? വായനാ വൈകല്യമാണോ, ഗണന വൈകല്യമാണോ, നാമവൈകല്യമാണോ, പ്രയോഗ വൈകല്യമാണോ? ഇപ്പൊ നോക്കിയേ, വായനാ വൈകല്യം എന്ന് പറഞ്ഞാൽ ഡിസ്ലെക്സിയ, വായനയിലുള്ള വൈകല്യം. ഗണന വൈകല്യം ഡിസ്കാൽക്കുലിയ, നാമവൈകല്യം ഡിസ്നോമിയ, പ്രയോഗ വൈകല്യം പ്രയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ 4ാം ക്ലാസ് മുതൽ അത്രയും ചെറുപ്പത്തിൽ എന്താണ് ഓടിച്ചു പഠിച്ചിട്ട് ഇപ്പോഴും എന്താണ് ലിജിക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ അത് പ്രയോഗിക്കാനുള്ള ആ ഒരു വൈകല്യമല്ലേ കുട്ടിക്കുള്ളത്. അപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ള പ്രയോഗ വൈകല്യം അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയാണ് ആ കുട്ടിയുടെ കുറവ് വരുന്നത്. അപ്പോൾ അടുത്തൊരു സെക്ഷനും കൂടി എന്താണ് നമ്മളിപ്പോ PYQ അനാലിസിസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക, അതിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയുക, അതുപോലെ തന്നെ അതിനനുസരിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ മടിയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സൈക്കോളജിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു സിലബസ് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആ ഒരു 30 ചോദ്യം നമുക്ക് പോവില്ല. 30 ചോദ്യം നമുക്ക് കാറ്റഗറി 1, 2 ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു 30 ചോദ്യം നമുക്ക് നേടിയെടുക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ആ ഒരു ചെറിയൊരു സിലബസേ ഉള്ളൂ. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മതി, നമുക്കത് കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ
ഉണ്ട് എന്നുള്ളതിനേക്കാളും എന്ത് കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും എന്തൊക്കെയാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത് മനസ്സിലാക്കിയിട്ട് ആദ്യം കാര്യം മനസ്സിലാക്കുക, ദെൻ പഠിക്കുക. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ മൈൻഡിൽ എന്താവുള്ളത് സോർട്ട് ഔട്ട് ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ പരമാവധി കാര്യങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കമൻറ്റും എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.